വീണ്ടും ഞാൻ അടുത്ത പുസ്തകവുമായി എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വന്നിരിക്കുകയാണ്. തുളസിയുടെ പുസ്തകശാലയിലേക്ക് പ്രിയമുള്ളവരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഓരോ ഘട്ടത്തിലും പറയുന്നുണ്ട്, ഞാനിത് ഒരു വിമർശനമോ നിരൂപണമോ അല്ല. പക്ഷെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ, ഒരു കഥ വായിച്ചു കഴിഞ്ഞാൽ, എനിക്കത് ഇഷ്ടമായാൽ അത് മറ്റുള്ളവർക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുക, വായിക്കാനൊരു പ്രേരണ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ചില പുസ്തകങ്ങളുണ്ടല്ലോ, നമ്മൾ വായിച്ചു തീരുമ്പോൾ കഥ അവസാനിക്കും. എന്നാൽ ചില പുസ്തകങ്ങൾ അങ്ങനെയല്ല. വായിച്ചു തീരുമ്പോൾ നമ്മളിൽ എന്തോ ഒന്നങ്ങ് തുടങ്ങുകയാണ്. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. നിങ്ങൾക്ക് ഏവർക്കും ഈ പുസ്തകം പരിചയം ഉണ്ടാവും. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ സമയം കൊണ്ട് വായനക്കാരിലൂടെ കടന്നുപോയ ഒരു പുസ്തകമാണ് എന്നാണ് പൊതുവിൽ അന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചത്. അത് കണ്ടാണ് അത് യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകം എനിക്ക് സ്വന്തമാക്കിയത്. ഞാൻ 2 ദിവസം കൊണ്ട് വായിച്ചു തീർന്നു. 2 ദിവസം എടുത്തില്ല, വായിച്ചു തീർന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ പുസ്തകം അതാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാവും, എന്നാൽ എന്റെ കഥ ഉള്ളടക്കം ഞാനൊന്ന് പറയുകയാണ്. യെസ്, ചെന്നൈ നഗരമാണ് പ്രിയപ്പെട്ടവരെ ഈ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാലും പോരാ. ചെന്നൈ ഒരുപക്ഷെ ചെന്നൈയിലെ ഈ നോവലിലെ ഒരു ജീവിക്കുന്ന കഥാപാത്രമായി മാറുകയാണ് ചെന്നൈ എന്നുള്ളതാണ്. സിനിമാ സ്വപ്നങ്ങളുമായി ചെന്നൈ നഗരത്തിലേക്ക് കടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനായ റാമിന്റെ യാത്രയിലൂടെ നാം പരിചയപ്പെടുന്നത് ഒരു നഗരത്തെയല്ല, അവിടുത്തെ മനുഷ്യരെയാണ്. ആ നഗരത്തിലെ മനുഷ്യരുടെ പൊതുവായ ഒരു ജീവിതത്തെയാണ് എന്നുള്ളതാണ്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം ആരംഭിക്കുന്നു റാം. അവിടെ കുറച്ച് കൂട്ടുകാരുണ്ട്. പ്രിയപ്പെട്ട വെട്രിയുണ്ട്, പാട്ടിയുണ്ട്, അതുപോലെ വിനീഷേട്ടനുണ്ട്. അങ്ങനെ അതുപോലെ സ്ഥാപനത്തിലെ റിസപ്ഷനിസ്റ്റ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അവരാണ് ആനന്ദി എന്ന് പറയുന്നത്. അപ്പൊ അവിടെയാണ് കഥ തുടങ്ങുന്നത്. അവരുടെ യാത്രകള്, ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യാമ്പസിനകത്തെ ഭക്ഷണശാലകള്, അതുപോലെയുള്ള രസകരമായ അനുഭവങ്ങളിലൂടെയാണ് ഈ കഥാതന്തു ആദ്യം തുടങ്ങുന്നത്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, മുഴുവൻ പറയുന്നില്ല. അപ്പൊ ഒരു പക്ഷെ ആ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോഴുണ്ടല്ലോ, നല്ലൊരു വായനാനുഭവമാണ് നമുക്ക് റാം കെയർ ഓഫ് ആനന്ദി നൽകുന്നത്. നമ്മൾ ശരിക്കും അവരിലൂടെ നമ്മൾ കൂടി അങ്ങ് ജീവിക്കുകയാണ്. ആ ഭക്ഷണശാലയിലും ആ ട്രെയിൻ കയറുമ്പോഴും ബസ്സിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾ കാണുകയാണ്. അപ്പൊ ആനന്ദി തന്റെ ജോലി, റിസപ്ഷനിസ്റ്റ് എന്നുള്ള ജോലി കൂടാതെ രാവും പകലും ആനന്ദി ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടുകാർക്കൊക്കെ സംശയം തോന്നും, എന്തിനാണാവോ ആനന്ദി ഇത്ര ഒരുപാട് ഇങ്ങനെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നത് എന്ന ഒരു സംശയം തോന്നാറുണ്ട്. പക്ഷെ അതിൽ എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് ഈ കൂട്ടുകാർക്ക് തോന്നും. അതിന് കഥ അതാണ് ആനന്ദിയെ കണ്ടെത്താനുള്ള രേഷ്മ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട് ഇദ്ദേഹത്തിന്, റാമിന്. ഈ രേഷ്മയുടെ അന്വേഷണമാണ്, ആനന്ദി ആരാണ് എന്ന് കണ്ടെത്താനുള്ള രേഷ്മയുടെ അന്വേഷണമാണ് യഥാർത്ഥത്തില് ഒരു കഥയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അവൾ ഒരു ജീവിതം മറച്ചു വെക്കുന്നുണ്ടെന്ന് രേഷ്മയ്ക്ക് മനസ്സിലായി. അതെന്താണ് എന്ന് കണ്ടെത്തുക, ആ കണ്ടെത്താനുള്ള അന്വേഷണമാണ് യഥാർത്ഥത്തില് കഥയുടെ പകുതി മുതൽ എന്നുള്ളതാണ്. അങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോ ഈ രേഷ്മ ആനന്ദിയുടെ വീട്ടിലേക്ക്, ആനന്ദി താമസിക്കുന്ന സ്ഥലത്തേക്ക് അന്വേഷിച്ചു പോകുന്നുണ്ട്. ഇടയ്ക്ക് പാട്ടിയുടെ വീട്ടിലേക്ക് ഇവര് പോകുന്നുണ്ട്. ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടെ ആ നഗരത്തിലെ അരവാണികളെ പരിചയപ്പെടുന്നുണ്ട്. മല്ലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അതെല്ലാം അവിടെ ജീവിക്കുന്ന അനുഭവങ്ങളാണ് അതിലൂടെ കടന്നു വരുന്നത്. തിരുട്ട് ഗ്രാമം നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്, തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തെ കുറിച്ച്. പാട്ടിയുടെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആ തിരുട്ട് ഗ്രാമത്തിലൂടെ നമ്മൾ പോകുന്നത് പോലെ നമുക്ക് തോന്നും. അവിടെ തോക്കും വടിയും ഒക്കെ ആയി വരുന്ന കുറെ അധികം ആളുകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ റാമിന്റെ സുഹൃത്തുക്കളുടെ ഈ ആനന്ദിയെ അന്വേഷിച്ചുള്ള പോക്കാണ് യഥാർത്ഥത്തില് ഈ കഥയുടെ പശ്ചാത്തലമായി മാറുന്നത്. അവസാനം ഇവരെ തിരക്കി ആനന്ദിക്ക് ഇത് മനസ്സിലാകും. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നെ ഇവര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ആനന്ദിയുടെ കഥ ചെന്നെത്തുന്നത്, ആനന്ദി ശ്രീലങ്കയിൽ ജീവിച്ചിരുന്നതാണ്. അന്ന് അവിടുത്തെ തമിഴ് പുലികള്, സിംഹള, ആ ഒരു പരസ്പരമുള്ള ഏറ്റുമുട്ടല്, അതില്
കുടുംബം നഷ്ടപ്പെട്ട, അനുജനെ നഷ്ടപ്പെട്ട, അമ്മയെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ആനന്ദി എന്ന് അവളുടെ ഡയറിയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. ദുഃഖകരമാണ്. ആ സാഹചര്യങ്ങളെല്ലാം നന്നായി അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ആനന്ദിയുടെ ഡയറി വായിച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്. അവസാനം ഇതാണ്: അന്ന് 6 7 വയസ്സുള്ള തന്റെ സഹോദരനെ ഇവൾക്ക് നഷ്ടപ്പെടുന്നു. പക്ഷെ സഹോദരൻ എവിടെയോ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു. ഓസ്ട്രേലിയയിൽ ഏതോ ഒരു ക്യാമ്പില് ഉണ്ട് എന്ന് എങ്ങനെയോ ഇവള് മനസ്സിലാക്കുകയാണ്. ഒരു സുഹൃത്തിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ആ സഹോദരനെ അന്വേഷിച്ച് ഓസ്ട്രേലിയയിൽ പോകുന്നതിനുള്ള പണം സമ്പാദിക്കാനാണ് യഥാർത്ഥത്തിൽ ഇവള് രാവും പകലും വർക്ക് ചെയ്തത് എന്നുള്ളതാണ്. ഇത് ഈ കൂട്ടുകാർ മനസ്സിലാക്കും. അവസാനം അവര് പ്രോത്സാഹിപ്പിക്കും, നീ അനിയനെ അന്വേഷിച്ചു പോകൂ. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു നമ്മുടെ ഇവിടെ ചെറായി അവിടെയുള്ള മുനമ്പം, അവിടെ ഒരു ബോട്ടിനകത്ത് ആനന്ദി അനുജനെ അന്വേഷിച്ചുള്ള യാത്ര, ഇവരവിടെ നിന്ന് സങ്കടത്തോടെ ടാറ്റ പറയുന്ന രംഗം. അതിനിടയിൽ റാം മനസ്സുകൊണ്ട് വളരെയധികം ആനന്ദിയെ സ്നേഹിച്ചു തുടങ്ങി. ആനന്ദി തിരിച്ചിങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവസാനം നമ്മൾ അറിയുന്നത് ആനന്ദി ഒരു മനുഷ്യക്കടത്തിൽ പെട്ടുകൊണ്ടാണ് കപ്പലിൽ കയറി പോയിട്ടുള്ളത് എന്ന്. അവളെ തിരിച്ചു കിട്ടുന്നില്ല, അവൾ തിരിച്ചെത്തിയിട്ടില്ല. അവസാനം റാമിന് കൂട്ടായി മാറുന്നത് ആനന്ദി എഴുതി വെച്ച ഡയറിയാണ്. ആനന്ദിയെ കൂടുതൽ അറിഞ്ഞത് ഡയറിയിലൂടെയാണ്, മറ്റൊരു ഡയറി. അതിലൂടെയാണ് റാം കൂടുതൽ ആനന്ദിയെ അറിഞ്ഞത്, ആനന്ദി സ്നേഹിക്കുന്നു എന്നുള്ളത് അറിഞ്ഞത്. അതാണ് ആ ഡയറിയിലെ കുറിപ്പാണ് റാം കെയർ ഓഫ് ആനന്ദി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് വായിക്കണം. നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു കഥാതന്തുവാണ്. പ്രത്യേകിച്ചും ശ്രീലങ്കയിലെ അനുഭവങ്ങൾ, ആ ഏറ്റുമുട്ടലുകൾ, നമ്മുടെ ഇന്ത്യയിൽ പോലും ഇന്ന് നടക്കുന്ന മനുഷ്യക്കടത്ത് പോലെയുള്ള സംഭവങ്ങൾ വളരെ ഗൗരവമായി ഈ നോവലിനകത്ത് വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായിക്കാൻ ശ്രമിക്കുക. എനിക്കിഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി. നന്ദി അഖിൽ പി ധർമ്മജൻ. നല്ല വാക്കുകളിലൂടെ, നല്ല പശ്ചാത്തല ഒരു ഒരു വിശദീകരണത്തിലൂടെ നല്ലൊരു പുസ്തകം മലയാള നോവലിന് സമ്മാനിച്ചതിന് നന്ദി. അടുത്ത പുസ്തകവുമായി വീണ്ടും വരാം.